ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഫുൾ വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത ആഴ്ച ഫുൾ സംഭവമാണ് പറയാൻ പോണത്. അങ്ങനെ ആദി ഉറക്കത്തിൽ നിന്ന് പതുക്കെ എഴുന്നേക്കാണ്. തൻ്റെ തൊട്ടടുത്ത് തന്നെ ഇഷിത ഇരിക്കുന്നുണ്ട് കേട്ടോ. തലയൊക്കെ ഇങ്ങനെ തലോടി കൊടുക്കുകയാണ് ആദിയുടെ. ആദ്യ പെട്ടെന്ന് തന്നെ ഇഷിതയുടെ മുഖത്തേക്ക് കുറച്ച് നേരത്തേക്ക് നോക്കിയിട്ട് അവിടെ നിന്ന് വേഗം തന്നെ ചാടി എഴുന്നേറ്റ് അവിടേക്ക് ഇരിക്കുകയാണ്. ശേഷം ഇഷിതടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളല്ലേ ഡോക്ടർ ഇഷിത എന്ന് പറയാണ്. അതെ, ഞാൻ തന്നെയാണ് ഇഷിത എന്ന് പറയുമ്പോഴേക്കും എനിക്ക് നിങ്ങളെ ഇപ്പോൾ ഓർമ്മകളിലേക്ക് തിരിച്ചു കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. ഏതോ ഒരു ഓർമ്മയിൽ നിങ്ങളെൻ്റെ അമ്മയായിരുന്നു അല്ലേ? അതെ, മോനൊരു ആക്സിഡൻറ്റ് എനിക്ക് ഓർമ്മയുണ്ട്, എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ആക്സിഡൻറ്റ് കഴിഞ്ഞ സമയത്ത് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് ഒരു മോനെ പോലെ പരിചരിച്ചതൊക്കെ ഡോക്ടറാണല്ലേ എന്ന് പറയുമ്പോൾ അതെ, ഞാൻ തന്നെയാണ് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ആദിക്ക് ഭയങ്കര സന്തോഷമാവാണ്. ഇഷിത പറയുന്നുണ്ട്, അന്ന് നീ ആദിയല്ലായിരുന്നു ഇഷാദ്, ഞാൻ അങ്ങനത്തെ പേരാണ് ഇട്ടത്, കാരണം എനിക്ക് നിൻ്റെ പേരറിയില്ലായിരുന്നല്ലോ. അപ്പോൾ ഇഷിത എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരുമായിട്ട് യോജിച്ച ഒരു പേര് തന്നെ ഇടണമെന്ന് തോന്നി, അതാ ഇഷാദ് എന്ന് പറഞ്ഞിട്ടത് എന്ന് പറയുമ്പോൾ ആദ്യം ചിരിക്കാട്ടോ. ഇഷിതയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മഹേഷിനോട് മാത്രമേ ആദ്യക്കിപ്പോൾ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇഷിത ചോദിക്കണ്ടേ, അല്ല ഭക്ഷണം കഴിക്കണ്ടേ? വേണം, നല്ല വിശപ്പുണ്ട്. അയ്യോ, സമയം ഒത്തിരി ആയല്ലോ, വീട്ടിൽ പോകണം, അല്ലെങ്കിൽ അമ്മ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ മോൻ ടെൻഷൻ അടിക്കണ്ട, വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് ഇഷിത പറയാണ്. ശേഷം മോൻ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ ഇരുത്തുന്നുണ്ട് കേട്ടോ. ചിപ്പി മോളെ വാ എന്ന് പറഞ്ഞ് ചിപ്പിനെയും വിളിക്കുകയാണ്. അമ്മേ അച്ഛ എല്ലാവരും വാ വാ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും എല്ലാവരും ഞെട്ടിപ്പോകണതേ നമ്മുടെ ഇഷിതയുടെ കൂടെ തന്നെ ആദ്യം നിൽക്കുന്നു. അത് കാണുമ്പോഴേക്കും അത്ഭുതത്തോടെ തന്നെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇഷിത ചോദിക്കുന്നുണ്ട്, ആരും അത്ഭുതത്തോടെ നോക്കണ്ട, അവന് ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടി, അവനിപ്പോൾ എന്നോടൊരു ദേഷ്യമില്ല അല്ലേ മോനെ? അതെ, ഒരു ദേഷ്യമില്ല എന്ന് പറയാണ്. പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡാട്ടോ നിന്റെ ഡാഡി വാങ്ങിച്ചിരിക്കണത് എന്ന് ഇഷിത മനഃപൂർവ്വം ആദ്യം എടുത്ത് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും ആദ്യം മഹേഷിൻ്റെ മുഖത്തേക്ക് നോക്കും. മഹേഷ് ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം ആദിക്ക് ഇഷിത ബിരിയാണിയൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. അമ്മേ ഞാനിരിക്കണ്ടേ എന്ന് ചിപ്പി ചോദിക്കുമ്പോൾ എൻ്റെ മോളും വാ എന്ന് പറഞ്ഞിട്ട് ചിപ്പിനെ തൊട്ടിപ്പുറത്തിരുത്താണ്. രണ്ടുപേരും വലതു സൈഡും ഇടത് സൈഡും ഇരുത്തിയതിനു ശേഷം ഭക്ഷണം വിളമ്പി കൊടുക്കുക കേട്ടോ. ഇഷിത ആദ്യം നല്ല സന്തോഷത്തോടു കൂടി തന്നെ ഭക്ഷണമൊക്കെ കഴിക്കണത്. ആ സമയത്താണ് അവിടേക്ക് ആദ്യം അന്വേഷിച്ച് രചനയും ആകാശം കൂടി വരുന്ന കേട്ടോ. രചനയാണെങ്കിൽ വാതിൽ തള്ളി തുറന്നിട്ടാണ് കയറുന്നത്. തള്ളി തുറന്ന് വാതിൽ കയറുന്ന രചനയാണെന്നുണ്ടെങ്കിൽ ആകെ ഞെട്ടിക്കുന്ന കാഴ്ചയായിട്ടോ കാണുന്നത്. നോക്കുമ്പോൾ ദേ ആദി തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത തൻ്റെ ശത്രുവായിട്ടുള്ള ആളുകളുടെ നടുക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അത് കാണുമ്പോഴേക്ക് രചനയൊക്കെ ആകെ സമനില തെറ്റിപ്പോവാണ്. ആദി നിനക്ക് നാണമില്ലേ നിന്നെ അംഗീകരിക്കാത്ത ഈ വീട്ടിലേക്ക് വരാനായിട്ട്? അതിനുശേഷം ആദ്യം പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെയാണ് പറയണമെന്ന് ചോദിക്കുമ്പോൾ, എടാ മതി, നിന്നെയും എന്നെ എത്രമാത്രമാണ് ഈ വീട്ടുകാർ ബുദ്ധിമുട്ടിപ്പിച്ചത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ? അമ്മേ ഇതൊക്കെ അമ്മ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഉള്ളൂ, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എനിക്കിവിടെ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായമേ, എന്നോട് എന്തൊരു സ്നേഹം എല്ലാവർക്കും. ഒരു സ്നേഹം, ദേ ആ കണക്കൊന്നും നീ പറയിപ്പിക്കണ്ട, എനിക്കാകെ ദേഷ്യം വരുക, നീ മര്യാദയ്ക്ക് എഴുന്നേറ്റ് വാ എന്ന് പറയുമ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട്, അവൻ കഴിക്കാതിരിക്കല്ലേ, കഴിച്ചു കഴിഞ്ഞിട്ട് വരുമെന്ന് പറയുമ്പോൾ ആദി നിനക്ക് ഈ അമ്മേനെ ജീവനോടെ കാണണമെന്നുണ്ടെങ്കിൽ നീ എഴുന്നേറ്റ് വാ എന്ന് പറയാണ്. ആദിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്, വിഷമം വരുന്നുണ്ടോ. അതിനുശേഷം ഇഷിത അത് രചന എടുത്ത് പുറത്തേക്ക് വരും, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ്. അങ്ങനെ രചനയുടെ കൂട്ടിക്കൊണ്ട് ഇഷിത പുറത്തേക്ക് ഇറങ്ങുകയാണ്. ശേഷം പറയുന്നുണ്ട്, അത് രചന എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. നീ നിൻ്റെ മക്കൾ എന്ന് ആദീനെയും അതുപോലെ ചിപ്പിനെയും പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് പറയാമെന്ന് വെച്ചാണ്. ഈ രണ്ട് പിള്ളേരെ പ്രസവിച്ചത് ശരിക്കും പറഞ്ഞാൽ നീ തന്നെയാണ്, അതിലൊന്നും എനിക്കൊരു സംശയവുമില്ല. പക്ഷേ ഈ രണ്ട് കുട്ടികളുടെ അച്ഛനാരാ? മഹേഷ് ചന്ദ്രനാണ്. മഹേഷ് ചന്ദ്രൻ്റെ ഇപ്പോഴത്തെ ഭാര്യ ഞാനാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ പിള്ളേരിലും എനിക്കൊരു അവകാശമില്ലേ? ഇല്ല, നിനക്കൊരു അവകാശമില്ല. പ്രസവിച്ച അമ്മയുടെ അത്രയുള്ള അവകാശം ഒരാൾക്കും ഇല്ല ലോകത്ത് എന്ന് പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട്, അതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ പ്രസവിച്ചുകൊണ്ട് മാത്രം ഒരു അമ്മയാവണമെന്നുണ്ടോ രചന? ഈ കാലത്ത് നീ കാണാറുള്ളതാണല്ലോ പത്രത്തിലും ടി വിയിലൊക്കെ എത്രമാത്രം ന്യൂസ് ചാനലുകൾ കാണുന്ന പിള്ളേർ ഉപദ്രവിക്കുന്ന അമ്മമാരെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് അമ്മമാരെന്ന് വിളിക്കാൻ പറ്റുമോ? എന്നുവെച്ച് ഞാൻ എൻ്റെ പിള്ളേരെ ഉപദ്രവിക്കണം എന്നാണ് നീ പറയണത്? അങ്ങനെ ഞാൻ പറയില്ല. പക്ഷെ നീ നോവിക്കുന്നുണ്ട് നല്ല രീതിയിൽ, അവരുടെ മനസ്സിനെ നീ വല്ലാതെ നോവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല അവരെ തെറ്റായ രീതിയിലാണ് നീ വളർത്തണതും എന്ന് പറയണം. അത് കേൾക്കുന്ന രചന പറയുന്നുണ്ട്, എൻ്റെ വളർത്തുഗുണം നല്ലതായത് കൊണ്ടിട്ടാണ് അവനെ സ്കൂളിൽ നിന്ന് നല്ല വാക്കുകളാണ് പ്രിൻസിപ്പൾ പറയണമെന്ന് പറയുമ്പോൾ ഇഷിത പറയണ അതൊരിക്കലും നിൻ്റെ മിടുക്കൊണ്ടല്ല, ചിപ്പിയുടെ മിടുക്കൊണ്ടാണ്. ചിപ്പി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവനെ നല്ല കുട്ടിയാക്കുന്നത് കൊണ്ടാണ്. രചന എടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇന്ന് കാണിച്ച ഷോ ഓഫ് പോലെ ഇനി എങ്ങാനും കാണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഈ ഇഷിത ആരാണെന്ന് രചനയും അറിയും. ഇപ്പം നീ എന്തായാലും മോനെ കൊണ്ടുപോയിക്കോ, പക്ഷേ ഇനി നീ പറയാതെ തന്നെ അവൻ ഇങ്ങോട്ടേക്ക് വന്നോളും എന്ന് ഇഷിത പറയാണ്. രചനയ്ക്ക് ദേഷ്യം വരും കേട്ടോ. രചന
ആദിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. വീട്ടിലെത്തുന്നതും ആദിനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയായിട്ട് രചന. നിനക്ക് എന്ത് ധൈര്യം വന്നു ആ വീട്ടിലേക്ക് കയറിപ്പോയിട്ട്? ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ ആദി, പിന്നെ നീ എന്തിനാ ആ വീട്ടിലേക്ക് കയറിപ്പോയത് എന്നൊക്കെ ചോദിക്കുകയാണ്. ആദ്യം പറയണ്ട അമ്മേ, ആ വീട്ടുകാരൊക്കെ അമ്മയുടെ മാത്രം എൻ്റെ അമ്മയുടെ അമ്മ മാത്രമല്ല, ആ വീട്ടിലുള്ളവരൊക്കെ എൻ്റെ ബന്ധുക്കൾ തന്നെയാണ്. അപ്പോൾ ആ ഇഷിതയോ? ഇഷിത അവരോടും എനിക്ക് കടപ്പാടില്ലമ്മേ, എൻ്റെ ജീവൻ രക്ഷിച്ചത് അവരാണല്ലോ. ആദി, നീ ഇനി ഒരിക്കലും അവിടേക്ക് പോകരുത്. സോറി അമ്മേ, എൻ്റെ അനിയത്തി വിളിച്ചാൽ ഞാൻ എവിടെ വേണമെങ്കിലും പോകും എന്ന് ആദ്യം പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി പോവാണ്. രചനക്കാണെങ്കിൽ ആകെ അടി കിട്ടിയപ്പോൾ തോന്നുന്നു കേട്ടോ. ആകാശിനെ നേരത്തെ അടി കിട്ടിയതാണല്ലോ, അതുകൊണ്ട് ആകാശമൊന്നും മിണ്ടാതിരിക്കുകയാണ്. ശേഷം ഇഷിത ഒരു പ്രഗ്നൻസിയുടെ ആ ഒരു ചെക്കപ്പിനും ട്രീറ്റ്മെൻറ്റിനും കാര്യത്തിനും വേണ്ടിയിട്ട് ഡോക്ടർ സേതുലക്ഷ്മിയുടെ ഹോസ്പിറ്റൽ കാണാൻ വേണ്ടി പോയിരിക്കുക കേട്ടോ. ആ സമയത്ത് അതേ ഡോക്ടറെ തന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ലയ. അങ്ങനെ ലയയും കൂടെ മനസ്സിനെയും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ലയ പെട്ടെന്ന് നോക്കുമ്പോഴേക്കും ഇഷിതനെ കാണണം. ഇഷിതനെ കാണുന്നത് ലയ ആകെ കൺട്രോൾ തെറ്റിയിട്ട് പ്രാന്തിയെ പോലെ ഇഷിതയുടെ അടുത്തേക്ക് പോവാണ്. ശേഷം ഇഷിതയുടെ കഴുത്തിന് കയറി പിടിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും മറുപടി ഇഷിത പറയുന്നില്ല കേട്ടോ. എന്നിട്ട് അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ ലയ പറയുന്നുണ്ട്, ഞാനേ എവിടെ പോയാലും അവിടെ ഇവളും ഉണ്ടാവും. ഒരു കുഞ്ഞിനെ കാണണമെന്നൊരു ആഗ്രഹത്തോടെയാണ് ഇവിടെയുള്ള ഡോക്ടറെ കാണാൻ വേണ്ടി വന്നത്. അപ്പം ഒരു രക്ഷയെ പോലെ എൻ്റെ ചോര കുടിക്കാൻ വേണ്ടി തന്നെ നീയും ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഇഷിത പറയുന്നുണ്ട്, നോക്ക് ഇതൊരു പബ്ലിക് പ്ലേസ് ആണല്ലേ, കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. എടി, മാന്യമായിട്ട് നടക്കുന്ന ആകാത്ത പോലെ മാന്യമായിട്ട് സംസാരിക്കാൻ നീ എന്ത് മാന്യമായിട്ടാണ് സംസാരിക്കണത്? ദേ, എൻ്റെ ഭർത്താവിനെ വലവിശി പിടിക്കാനല്ല നീ എപ്പോഴും നോക്കണത്. ദേ, ഇത്രയും നേരം ലയ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിരുന്നു. അതിനൊരു കാരണമുണ്ട്. ലയയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ട് ഡിപ്രഷൻ ആയതാണെന്ന് എനിക്കറിയാം. ലയ ഒരു പേഷ്യൻ്റ് ആയതുകൊണ്ടിട്ടാണ് ഞാൻ കുറച്ച് കാമായിട്ട് സംസാരിച്ചത്. പക്ഷെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവണമെന്നില്ല. വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയുമ്പോൾ സൂക്ഷ്യം കണ്ടും വിളിച്ചു പറയണം എന്ന് ഇഷിത പറയുമ്പോൾ ലയ പറയണ്ടേ, നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട, എൻ്റെ കുഞ്ഞിനില്ലാതാക്കിയത് നീയല്ലേ എന്ന് പറയുമ്പോൾ ഇഷിത പറയണ്ടേ, എനിക്കതിൻ്റെ ഒരു ആവശ്യമില്ല. കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർമാർ, അല്ലാതെ അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല. നീ ചെയ്യോടി, നിനക്ക് അത്രയ്ക്ക് ദേഷ്യമാണ് എൻ്റെ അടുത്ത്. മാധവിനെ ഞാൻ കല്യാണം കഴിച്ചപ്പോൾ ദേഷ്യമാണ്. എടി, നിനക്ക് മാധവിന് അത്രമാത്രം ഇഷ്ടമുണ്ടെങ്കിൽ എന്നോടൊരു വാക്ക് പറയാൻ പാടില്ലായിരുന്നോ? ഞാൻ കല്യാണത്തിന് മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ് ഒരു സമയം ഉണ്ടായാലോ? നീ പറഞ്ഞെങ്കിൽ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാനല്ലോ. ഇഷിത പറയുന്നുണ്ട്, ലയ, ഞാനിപ്പോൾ സമൂഹത്തിൽ നല്ലൊരു വ്യക്തി, നല്ലൊരു പേരുള്ള വ്യക്തിയുടെ കൂടെ ജീവിക്കണം, അയാളുടെ ഭാര്യയായിട്ട്, അയാളുടെ മക്കളുടെ അമ്മയായിട്ട്. അതുകൊണ്ട് നീ മാന്യ മര്യാദയ്ക്ക് വേണം എന്നോട് സംസാരിക്കാണ്ട്. പിന്നെ ഈ ഹോസ്പിറ്റലിൽ നീ കാണാമെന്ന ഡോക്ടർ, ആ ഡോക്ടറെ തന്നെയാണ് ഞാനും കാണാൻ വന്നത്. അതുകൊണ്ട് നീനൊക്കെ എൻ്റെ അടുത്ത് മെക്കിട്ട് കയറേണ്ട ഒരാവശ്യമില്ല. പക്ഷേ ഇനി ലയ വായ തുറന്ന് ഇതുപോലെ നിന്ന് പറയുകയാണെങ്കിൽ ഈ ഇഷിത ആരാണെന്ന് ലയ ശരിക്കും അറിയും എന്ന് ഇഷിത പറയാണ്. അത് കേൾക്കുമ്പോൾ ലയയുടെ വായൊന്ന് അടഞ്ഞു പോകുന്നുണ്ട്. കാരണം ലയൊക്കെ ചെറിയൊരു പേടിയൊക്കെ ഇഷിത എടുത്തുണ്ട്. അതുകൊണ്ടായിരിക്കണം. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള വീക്കെൻഡ് പ്രൊമോ തന്നെയാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. ലയേനെയും കാണിക്കുന്നുണ്ട്, പിന്നെ ആദ്യയുടെ പ്രശ്നവും കാണിക്കുന്നുണ്ട്. ഈ രണ്ട് സിറ്റുവേഷൻസാണ് ആകെ പ്രൊമോ ആയിട്ട് കാണിച്ചത്. എന്തായാലും കാത്തിരുന്ന് കാണാൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.